ഈ പരിശുദ്ധമായ വളരെ പ്രധാനപ്പെട്ട മാസമാണല്ലോ റജബ്. ഈ റജബ് മാസത്തിൽ ഞാൻ ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടത് 5 വക്ത് നിസ്കാരം കറക്റ്റ് ഞാൻ നിസ്കരിക്കും. റജബുൻ ഷഹറുള്ള, റജബ് അള്ളാഹുവിന്റെ മാസമാണ്. 5 വക്ത് നിസ്കാരം നമുക്ക് ലഭിച്ച മാസമാണ്. അതുകൊണ്ട് എല്ലാവരും 5 വക്ത് നിസ്കാരം കറക്റ്റ് നിസ്കരിക്കണം. ഇന്നിപ്പോ സുബഹി ഖളാ ആയ ആളുകൾ എത്ര ഉണ്ടാവും ഇവിടെ? ഇന്ന് സുബഹി ഖളാ ആയ ആളുകൾ, നിസ്കരിക്കാത്ത ആളുകൾ കൈ പൊക്കാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കൈയൊന്നും പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണം, അതിൽ പൊക്കിയാൽ മതി. ഞാൻ അതിൻ്റെ ആളാന്ന് ഓരോരുത്തർക്കും അറിയാം. അപ്പൊ സുബഹി നിസ്കരിഞ്ഞ് ഖാജാ തങ്ങളുടെ ഹളറത്തിൽ വന്നതുകൊണ്ടും ഈ മജ്ലിസിൽ വന്നതുകൊണ്ടൊന്നും കാര്യവുമില്ല. 5 വക്ത് നിസ്കരിക്കില്ലെങ്കിൽ, 5 വക്ത് നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ പ്രധാനമായും ഇപ്പൊ ഇന്നൊക്കെ സുബഹി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാ. അതുകൊണ്ട് ഖളാ അങ്ങോട്ട് ആവൂല. നമ്മളെ ദൃഷ്ടിയിൽ ഖളാ ആയിട്ടുണ്ടാവൂല. പിന്നെയും നമ്മൾ പിന്നെയും കിടന്ന് അങ്ങനെ ആ ബ്ലാങ്കറ്റൊക്കെ ഒന്നും കൂടി എടുത്ത് ഒന്നും കൂടി ഉഷാറായി പുതച്ച് ഉഷാറാവും നമ്മൾ. അപ്പൊ അതുകൊണ്ട് നിസ്കാരം 5 വക്ത് കറക്റ്റായി നിസ്കാരം. പലപ്പോഴും നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അള്ളാഹുവിനോട് ഒരു 5 മിനിറ്റ് നേരം കരഞ്ഞ് നമ്മൾ ഇത് വരുന്നിട്ടുണ്ടോ? നമ്മൾ വലിയ പ്രശ്നമുള്ള ആളുകൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. രോഗമുള്ളവരുണ്ട്, ക്യാൻസർ രോഗങ്ങളുള്ളവർ, കിഡ്നി നഷ്ടപ്പെട്ട ആളുകൾ, അതുപോലെ ഗർഭാശയവുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, വീടില്ലാത്ത ആളുകൾ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഭർത്താവിനെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഭാര്യമാരെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. കടം കൊണ്ട് പ്രശ്നമുള്ള ആളുകൾ, എത്ര കടമുള്ള ആളുകളുണ്ട്. ഏറ്റവും ജീവിതത്തിൽ പേടിയുള്ള ഒരു കാര്യം കടാണ്. കടമുണ്ടായ മനസ്സിന് തീരെ സമാധാനം ഉണ്ടാവൂല. കടമുണ്ടായാൽ. കടമില്ലാത്ത ആള് മാഷാ അള്ളാ നല്ല ഉഷാറാണ് അവന്. കടമില്ലെങ്കിൽ, കടമുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നുള്ളൂ. നിങ്ങൾ വേറെ എവിടെയാണ്? കാരണം നാളെ 10,000 റുപ്യ ഒരാൾക്ക് കൊടുക്കാനുണ്ടാവും, ഇല്ലെങ്കിൽ 25,000 റുപ്യൻ്റെ ചെക്ക് മടങ്ങാനുള്ള ആളുകളുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള ആളുകളുണ്ട്. ഈ പ്രശ്നമുള്ള നമ്മൾ എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് കരഞ്ഞ് രാത്രി ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോടൊന്ന് കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കരയൂ, അള്ളാഹുവിനോട് കരയൂ. അതിന് അൽഹംദുലില്ലാഹ് ഇജാബത്ത് ലഭിക്കാൻ വേണ്ടിയാണ് മഹാന്മാരെ ഇടതേടുന്നത്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ നമ്മൾ ഇടതേടി നോക്കുമ്പോൾ അവരൊക്കെ നല്ല ചാർജുള്ള ബാറ്ററിയാണ്, നമ്മൾ ചാർജില്ലാത്ത ബാറ്ററിയാണ്. അതുകൊണ്ട് ചാർജുള്ള ബാറ്ററിന്റെ ഇടയിൽ ചാർജില്ലാത്ത ഒരു ബാറ്ററി കുടുങ്ങിയാൽ ചാർജില്ലാത്ത ബാറ്ററിക്ക് പ്രകാശം ഉണ്ടാവുമല്ലോ. 3 കട്ടയുള്ള ഒരു ടോർച്ചാണ്. ആ ടോർച്ചിൽ 2 ചാർജുണ്ട്, ഒന്ന് നമ്മളത് ചാർജ് ഇല്ലാത്തതുണ്ട്. അപ്പൊ തൽക്കാലം ഇവിടുന്ന് പീടി പോകണമെങ്കിൽ വലിയ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം ചാർജുള്ള ബാറ്ററി ഒന്നിട്ട്, പിന്നെ ചാർജില്ലാത്ത ബാറ്ററി ഇട്ട്, പിന്നെ ചാർജുള്ള ഒന്ന് കൊടുക്കുമ്പോൾ പിന്നെ ആ ബാക്കിലാണ് കുടിക്കുക, പ്രകാശിക്കും. കണ്ടോ? ഇതാണ് ചാർജ്. ഇതാണ് തവസ്സൂൽ പറഞ്ഞ സാധനം. അത്രയേ ഉള്ളൂ. അപ്പൊ അത് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ മോശക്കാരാണ്. നമുക്കെന്നെ അറിയാലോ. നമ്മളെ കമ്പ്യൂട്ടർ ഓൺ ചെയ്താൽ നമുക്കിങ്ങനെ അറിയാം, പടച്ചോനെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. കളവ് നടത്തിയിട്ടുണ്ടോ, വഞ്ചന നടത്തിയിട്ടുണ്ടോ, ഭാര്യയെ തല്ലിയിട്ടുണ്ടോ, ഭർത്താവിനെ തല്ലിയിട്ടുണ്ടോ, ഭർത്താവിനെ പറ്റിച്ച് വേറെ പെണ്ണിന് ചാറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ വേറെ സഹോദരൻ ചാറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഓരോരുത്തരുടെയും കമ്പ്യൂട്ടർ ഇങ്ങനെ ഓൺ ചെയ്താൽ സ്ക്രീനിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു LCD നിങ്ങളൊക്കെ മുമ്പിലുണ്ട്. ആ LCD ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ഞാൻ ചെയ്തത് എന്തൊക്കെ ഞാൻ കാണും, നിങ്ങൾ ചെയ്തത് എന്താണെന്നൊക്കെ കാണും. ഇതെല്ലാം കാണുന്ന ഒരാൾ അള്ളാഹു ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മളൊക്കെ ഇൻഷാ അള്ളാഹ് ഇന്ന് മുതൽ അൽഹംദുലില്ലാഹ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. നമ്മൾ പൈസ ഉണ്ടാകാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു, നമ്മൾ എത്ര ഉറക്കമൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മണലെടുക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ രാത്രി ഉറക്കമൊഴിച്ച് മണലെടുക്കാത്ര പോകുന്നുണ്ട്. ആ മണൽ കൊണ്ടുവരാൻ പോലീസുകാരും ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളും കാണാതിരിക്കാൻ എത്ര ആളുകൾ ബൈക്കിന് പാറാവ് നിൽക്കണം. ഇതിനൊക്കെ എത്ര ഉറക്കമൊഴിച്ച് നിൽക്കണം. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് എത്ര കിട്ടുക? ഒരു ഹംസുമിയ കിട്ടും, ഇല്ലെങ്കിൽ ഒരു അൽഫ് കിട്ടും. അത്രേ കിട്ടുള്ളൂ, അതിലേറൊന്നും കിട്ടൂല. രാത്രി മുഴുവനും വണ്ടി ഓടിക്കുന്ന വലിയ വണ്ടികളുണ്ട്. ഉറക്കമൊഴിച്ച് ഉറങ്ങാതിരിക്കാൻ ഗുളിക കുടിച്ച് ഇല്ലെങ്കിൽ നല്ല മുളകെടുത്ത് കണ്ണ് തിരുമ്പിയിട്ടൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് എത്ര ഓട്ടിയാലും 2000 റുപ്യ കിട്ടും. എന്നാൽ തന്നെ പടച്ച അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഇൻഷാ അള്ളാഹ് ഒരു 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട്
അള്ളാഹുവിനോട് കരഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് കരുതുന്ന ആളുകൾ എത്രയുണ്ട്? ആ സമയത്ത് നമ്മളെ ഇബ്ലീസ് ഇങ്ങോട്ട് പിടികൂടും. ആ സമയത്ത് നമ്മൾ ഇബ്ലീസിന് പിടികൂടും. അതുകൊണ്ട് ഒരു ദിവസം അങ്ങനെ നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് തോന്നിയാൽ തന്നെ കുറച്ച് കഴിയട്ടെ, ഒന്ന് കുറച്ചും കൂടി ഒന്നാണ് ഉറങ്ങാൻ, എന്നിട്ട് പിന്നെ നമുക്ക് എണീക്കാം. ആ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞത് പിന്നെ സുബഹിയൊക്കെ ഖളാ ആയി ഉമ്മ ദോശയൊക്കെ ചൂടുമ്പോഴാണ് പിന്നെ എണീക്കുള്ളൂ. അപ്പോൾ അതൊരു ശൈത്താൻ നമ്മളെ വരികയാണ്. ആ ശൈത്താൻ നേരെ മറിച്ച് വേറൊരു സംഗതിക്കാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഇറങ്ങി ഓടി നീച്ച് എല്ലാത്തിനും നമ്മൾ തയ്യാറാണ്. അപ്പം എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും എല്ലാവരോടും പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നാം ഇൻഷാ അള്ളാഹ് കൈ ഉയർത്തുക. എല്ലാവരും ഇവിടെ അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാഹ് 20 കിൻഡലോളം അൽഹംദുലില്ലാഹ് ഭക്ഷണം ഇവിടെ വിതരണം ചെയ്ത് നല്ല റാഹത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു ദുആ കബൂലാക്കും. 40 ആൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരു വലിയുണ്ട്. 40 ആൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരാളുടെ ദുആക്ക് ഉത്തരവുണ്ട്. ആ ഉത്തരമുള്ള ഒരാൾ ഒന്നിരിക്കൽ ഒരു സഹോദരിയാവാം, അതല്ലെങ്കിൽ ഒരു സഹോദരനാവാം, അതല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയാവാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചെല്ലുന്ന ആളുകൾ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകളുണ്ട്. ആയിരക്കണക്കിന് സ്വലാത്തുകൾ എല്ലാ ദിവസവും ചെല്ലുന്ന ആളുകളുണ്ട്. എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് നാം ഒന്നിച്ചിരുന്ന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളെ ദുആ തട്ടിക്കളയുകയില്ല. അതിന് നമ്മൾ നല്ല ഉഷാറാവണം. ഖൽബ് നല്ല വൃത്തി വേണം. ഖൽബ് നല്ല വൃത്തിയാണ്. ഭർത്താവിനോട് പിണങ്ങരുത്, ഭാര്യയോട് പിണങ്ങരുത്. അങ്ങനെ പിണങ്ങാതെ നല്ലവരായി നമ്മൾ ജീവിക്കണം. ഇന്നെ എല്ലാവരും പോയിട്ട് നന്നാവണം. കുറേ ആളുകൾ ഭാര്യയോട് തെറ്റിയവരുണ്ടാവും. ചില ആളുകൾ ഭർത്താവിനോട് പിണങ്ങിയ ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ നന്നാകാൻ തീരുമാനിക്കുക. അതിന് നമുക്കൊരു ഈഗോന്റെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ പെണ്ണുങ്ങളോട് പോയി പൊരുത്തപ്പെടിക്കുക. റമദാൻ വരികയാണല്ലോ. അപ്പോൾ റമദാൻ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഭർത്താവിനോട് ഞാൻ പൊരുത്തപ്പെടിക്കാൻ പോകെ പ്രശ്നമാണ് അല്ലേ? അതൊന്നുമില്ല. ഒരാൾ ആണ് റെഡിയായാൽ മതി. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും ഒരു ദിവസം പിണങ്ങി. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും പിണങ്ങിയപ്പോൾ ഭാര്യയും ഭർത്താവുമാണ്. പുന്നാര മുത്തുനബിന്റെ മോളാണ് ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയെ കല്യാണം കഴിച്ചത് അലി റളിയല്ലാഹു അൻഹുവാണ്. രണ്ടുപേരും ഒരു ദിവസം പിണങ്ങിയപ്പോൾ അലി റളിയല്ലാഹുവിന് കരുതി ഫാത്തിമ ബീവി മിണ്ടാൻ വരട്ടെ. ഫാത്തിമ ബീവി കരുതി അലിയും മിണ്ടാൻ വരട്ടെ. രണ്ടാളും ഈഗോല് നിൽക്കുകയാണ്. ആരാണ് ആദ്യം മിണ്ടുക? രണ്ടാളും വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ടൗണിൽ പോയി വരുമ്പോൾ ഫാത്തിമ ബീവി ഇങ്ങനെ ബ്രഷ് ചെയ്യുകയാണ്. ഫാത്തിമ ബീവി ഇങ്ങനെ ബ്രഷ് ചെയ്യാൻ പല്ല് തേക്കുകയാണ്. പല്ല് തേച്ചപ്പം അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ ഭാര്യയുടെ ബേക്കിൽ പോയി നിന്നു. ഞാൻ ഈ മൈക്കമ്മ നിൽക്കണ മാതിരിയാണ്. ഈ മൈക്ക ഞാൻ ഒന്നാം തട്ടി ഈ മൈക്ക എൻ്റെ ചുണ്ട് തട്ടും. അത്രയും അടുത്താണ് ഞാനുള്ളത് എന്നതുപോലെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ ബേക്കിൽ പോയി നിന്നു. ഫാത്തിമ ബീവി ഒന്ന് ബ്രഷ് ചെയ്ത് ആ ബ്രഷ് താഴെ വെക്കാൻ വേണ്ടി ഒന്ന് ചെറിയ ഒരു തിരിച്ചിൽ തിരിയുമ്പോൾ എന്തായാലും അലിന്റെ മേത്ത് തട്ടാതിരിക്കില്ല. അപ്പൊ ആ തട്ടുമ്പോൾ മിണ്ടാന്നാണ് ആര് കരുതി? അലി റളിയല്ലാഹു കരുതി. കാരണം ഈഗോന്റെ പ്രശ്നമാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും അങ്ങനെ മിണ്ടാം. എന്നിട്ട് പറയാം, ഫാത്തിമ നിങ്ങളല്ലേ ആദ്യം മിണ്ടാൻ വന്നത്? ആരാ തോണ്ടിയത്? ഞാനല്ലല്ലോ എന്ന് പറയുന്നത്. ഇതാണല്ലോ എല്ലാവരും പ്രശ്നം. ഇപ്പൊ ഇതിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. രാവിലെ കച്ചറ കൂടി പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പെണ്ണുങ്ങളോട് ഇന്ന് രാവിലത്തെ പത്തിരിന്റെ വിഷയത്തിൽ, കറിന്റെ വിഷയത്തിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കി പോകുന്ന ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ചിലവരൊക്കെ നെറ്റിമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അറിയണ്ടേ അല്ലേ? അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ആരും കൈയൊന്നും പൊക്കണ്ട, എല്ലാവരും ഉണ്ട്. ഇന്ന് നേർച്ചക്ക് പോകുകയല്ലേ നേരത്തി കറിയൊന്നും ഉണ്ടാക്കാതെ തലേന്നത്തെ കറി ഒപ്പിച്ച് പോന്നപ്പോ ഭർത്താവ് പിണങ്ങിയ ആളുകളൊക്കെ ഒരു 5-6 ആളുകൾ, അങ്ങനത്തെ ആളുകളും ഈ സദസ്സിലുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്ന് ചോറ് കിട്ടണമല്ലേ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ചോറ് കഴിക്കാന്ന് കരുതി. പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ ചായ ഉണ്ടാക്കാതെ ഉറങ്ങുന്ന ദിവസമാണ് ഞായർ എന്ന് പറഞ്ഞാൽ. കാരണം അന്ന് സ്കൂളിലൊന്നും കുട്ടികളെ പറഞ്ഞേക്കാനില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞേക്കാനില്ല. അതുകൊണ്ട് ചായ ഉണ്ടാക്കാതെ ഉറങ്ങാമെന്ന്. സഹോദരിമാരെ, ടൂർ എന്ന് പറഞ്ഞാൽ രാവിലെ ചായ ഉണ്ടാക്കാതെ ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ് സഹോദരിമാരുടെ ഏറ്റവും വലിയ ടൂറ്. അവർക്ക് ഇനി എന്തുകൊണ്ട് ചിലവർ ടൂറൊക്കെ കൊണ്ടുപോകും, കാറിലൊക്കെ കൊണ്ടുപോയി, അങ്ങനെ ഇന്നോവയിൽ പോയി. പക്ഷേ ഗ്യാസും കുറ്റിയും അങ്ങനെ മുളക് പൊടി മഞ്ഞപ്പൊടിൻ്റെ ഒക്കെ പാക്കറ്റ് കയറി എൻ്റെ ഉരുളങ്കിഴങ്ങൊക്കെ കയറ്റി പോകും. അങ്ങനെ റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് പിന്നെയും കറി ഉണ്ടാക്കണം. ഇന്നാളൊരു പെണ്ണ് പറഞ്ഞു, ഇങ്ങനെയാണ് ടൂർ പോരണ്ടില്ലേ? കാരണം ഓലെ ടൂർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാതെ ഭക്ഷണം കഴിക്കുക എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ
അപ്പോഴും നിങ്ങൾ ഗ്യാസും കുറ്റി ഇന്നോവൻ്റെ ബാക്കിൽ കയറ്റുന്ന ടൂറുകാരാകാൻ പാടില്ല. ഒരു അൽഫാമൊക്കെ ഇടക്കൊക്കെ വാങ്ങിക്കൊടുക്കണം, ഷവർമയൊക്കെ വാങ്ങിക്കൊടുക്കണം. ഇല്ലെങ്കിൽ അൽഫാമും ഷവർമയും കിട്ടുന്നിടത്തേക്ക് അവർ മാറും. അതിങ്ങനെയാണ് ചാറ്റിങ്ങിൻ്റെ ഉത്ഭവം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ മാക്സിമം അൽഫാമും നമ്മൾ പിന്നെ അയലോകത്തെ പെണ്ണിന് വാങ്ങിക്കൊടുക്കണേക്കാട്ട് നല്ലത് നമ്മൾ പെണ്ണുങ്ങൾക്ക് തന്നെ വാങ്ങിക്കൊടുക്കലാണല്ലോ. അപ്പോൾ രണ്ട് കാര്യം കിട്ടും, നമ്മൾ തന്നെ പോകില്ല, കിട്ടുന്നത് എന്ത് ചെയ്യും, ഉള്ളിൽ തന്നെ ആയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അപ്പം നമ്മൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനും ഫാത്തിമ ബീവിയും അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ ബാക്കിൽ നിന്നു. പക്ഷേ ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിനോട് വലിയ സ്നേഹമാണ്. അലി റളിയല്ലാഹുവിനോട് വലിയ ഭർത്താവിനോട് സ്നേഹമായതുകൊണ്ട് വാഷ് ബേസിന്റെ മുകളിൽ ആ ചുമരിൽ കണ്ണാടി ഇല്ലെങ്കിലും ഫാത്തിമ ബീബി അലി റളിയല്ലാഹുവിനെ കാണുന്നു. ചുമരിൽ ഇങ്ങനെ കാണുകയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അതുകൊണ്ട് ബാക്കിൽ നിൽക്കുന്ന അലി റളിയല്ലാഹുവിന്റെ ഭർത്താവിനെ ചുമരിലൂടെ കണ്ടപ്പോൾ ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ കൈയൊന്നും തട്ടാതെ മെല്ലെ ആ ബ്രഷ് താഴെ വെച്ചിട്ട് മെല്ലെ ഓടി ബെഡ്റൂമിൽ പോയിട്ട് അങ്ങനെ നിന്നു. ആ കർട്ടന്റെ ബാക്കിൽ ഇങ്ങനെ നിന്നു. ഇനി അലി എന്ത് ചെയ്യും? ശരീരത്തിൽ കൈ തട്ടിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും അലി? പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും അവിടെ നിന്ന് പരാജയപ്പെട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ആ താഴെ വെച്ച ബ്രഷ് അങ്ങ് എടുത്തു. ആ ബ്രഷിനോട് പറഞ്ഞു, ബ്രഷേ, നീ ഇപ്പോ ആരുടെ തൊള്ളിയിലൊക്കെ കൈയിട്ടിട്ട് വരികയാണ്? ഫാത്തിമ ആരാന്നറിയോ? അലി റളിയല്ലാഹുവിന്റെ ഭാര്യയാണ്. അലി റളിയല്ലാഹുവിന്റെ ഭാര്യ ഫാത്തിമ ആരാന്നറിയോ? മുത്തുനബിന്റെ മോളാണ്. മുത്തുനബിന്റെ മോളാകുന്ന ഫാത്തിമന്റെ ഭർത്താവാകുന്ന അലി അല്ലേ, ആ അലീന്റെ ഭാര്യയാകുന്ന ഫാത്തിമന്റെ തൊള്ളിയിൽ കൈയിടാമാ തയ്യാറടാ. ആരോടാ കേൾക്കണേ? ബ്രഷിനോടാ. പെണ്ണുങ്ങളോട് ചൂടായിട്ടില്ല, ബ്രഷിനോട് പെരും ചൂടായാലേ. അപ്പൊ നിങ്ങൾ ചപ്പാത്തി ഇങ്ങോട്ട് എടുത്തിട്ട് ചപ്പാത്തിനോട് ചൂടായാൽ മതി. എന്താ ചപ്പാത്തി വെച്ച് മനസ്സിലാക്കിയേ? ഇതൊരു പുയ്യാപ്പളക്ക് ഇതൊരു ആണിന് കൊടുക്കുന്ന സാധനമില്ലേ? കറിനോടൊക്കെ ഇങ്ങനെ ചൂടാകണേ, പെണ്ണുങ്ങളോടൊന്നും ചൂടാണ്ട. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിനോടൊന്നും മിണ്ടാതെ അലി റളിയല്ലാഹുവിന് ആ ബ്രഷിനോട് ചൂടായപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ഇങ്ങനെ ആ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കപ്പാടിച്ചോനെ, ഞാൻ എൻ്റെ ഈ ഭർത്താവ് അലിനോടാണല്ലോ ഇപ്പൊ തെറ്റി നിൽക്കുന്നത്. എന്നോട് എത്ര സ്നേഹമുണ്ട് ഈ അലിക്ക്. കാരണം എന്നെ വായിലിട്ട ഈ ബ്രഷിനോടാണല്ലോ മൂപ്പര് ചൂടാകണത് അല്ലേ? അപ്പൊ എന്നെ ആരെങ്കിലും തോണ്ടാൻ വന്ന അങ്ങനെ ഉണ്ടാവും, കത്തിക്കുത്തുണ്ടാക്കും ഇയാള്. അതുകൊണ്ട് ഇത്രയും സ്നേഹമുള്ള ഭർത്താവിനോട് ഞാൻ പിണങ്ങി നിൽക്കേ ഒരിക്കലും ശരിയല്ല. ഫാത്തിമ ബീവി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അലി റളിയല്ലാഹു നല്ല സ്നേഹം ഉണ്ടായതുകൊണ്ട് ഫാത്തിമ ബീവി സലാം പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുമ്പ് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റെഡി രണ്ടാൾ ഉണ്ടോ? അപ്പൊ ആരുമില്ല. അപ്പൊ ആ ബ്രഷിനോട് സംസാരിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് സ്നേഹമുള്ള ആളുകളാണ്. അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് ചെന്നിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ ആളുകളാണല്ലോ, അതുകൊണ്ട് നല്ല വിനയമുള്ള ആളുകളാണ്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങൾ നല്ല ചൂടുള്ള ആളാണ്, കുറച്ച് ചൂടുള്ള ആളാണ്. അതുകൊണ്ട് ഖാജാ തങ്ങളെ മകനോട് പാപ്പ പറഞ്ഞു, ഖാജാ തങ്ങൾ പറഞ്ഞു, മോനെ ഈ കുറച്ച് അപ്പുറത്ത് പോയി ദഅവത്ത് ചെയ്തോ. ഞാനൊരു സ്ഥലത്ത് നടക്കൂല, കാരണം ഞാൻ വേറെ ദഅവത്താണ്, നിങ്ങൾ വേറെ ദഅവത്താണ്. അതുകൊണ്ട് സെക്രട്ടറിയും പ്രസിഡന്റും വരെ ചൂടായ എങ്ങനെ ഉണ്ടാവും? ഒരു കമ്മിറ്റിയിൽ അടിയനേകരൊന്നും ആ കമ്മിറ്റി. സെക്രട്ടറിയും പ്രസിഡന്റ് ഒന്നും ചൂടാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സെക്രട്ടറി ചൂടാണെങ്കിൽ പ്രസിഡന്റ് തണുക്കണം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, മൂലയരെ ഇക്കൊല്ലം നമുക്ക് പിരിച്ചുവിടണ്ട അല്ലേ? അല്ല, പാർട്ടി സെക്രട്ടറി ഒരു വട്ടം കൂടി നമുക്ക് അവനോട് കൊടുക്കുക എന്ന് പറയാനുള്ള ഒരു നല്ല ഒരു ത്രാണി വേണം. അപ്പൊ ബഹുമാനപ്പെട്ട ഖാജാ തങ്ങള് ആ ദഅവത്തിന്റെ ഭാഗമായി മകനെ അങ്ങനെ ഫഖ്റുദ്ദീൻ തങ്ങൾ സൽവാർ ഷരീഫ് എന്ന് പറയുന്ന സ്ഥലത്തിലാണുള്ളത്. അൽഹംദുലില്ലാഹ് ഈ വർഷം സുനനുൽ ഹുദയുടെ കീഴിലായി അജ്മീറിലേക്ക് 10-45 ആളുകളുമായി യാത്രയായി. അൽഹംദുലില്ലാഹ് അവിടെ ചെന്നപ്പോൾ നമുക്ക് വലിയ സ്വീകരണങ്ങൾ നൽകി. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ ഹദറത്തിലെത്തിയപ്പോൾ അവിടുത്തെ മലബാർ ഹൗസിലുള്ള തങ്ങള് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഖിദമകളും ചെയ്തു തന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് അവിടുന്ന് നമുക്ക് റൂമിനുള്ള കാശും എല്ലാത്തിലും വലിയ ഖിദമ ചെയ്ത് നമ്മളെ മഖാമിലൊക്കെ കൊണ്ടുപോയി എല്ലാവരും നന്നായി സന്തോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് ഫഖ്റുദ്ദീൻ തങ്ങളുടെ സെൽവാറിൽ ചെന്നപ്പോഴോ മാഷാ അല്ലാഹ് അവിടെയും നല്ല ഭക്ഷണവും ഒക്കെയായി. അവിടെയും നമ്മളെ സ്വീകരിക്കാൻ, കൂടെയുള്ള ആളുകളെ സ്വീകരിക്കാനോ അവിടെയും ആളുകൾ. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ പേരക്കുട്ടി സാമ്പാർ ഷരീഫിലെത്തിയപ്പോൾ അവിടെയും നല്ല ഭക്ഷണം, ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള മന്തി
നമ്മൾ അങ്ങനത്തെ മന്തി കഴിച്ചിട്ടില്ല. നല്ല കിഴങ്ങ് മന്തി കഴിച്ച് എല്ലാവർക്കും വന്നവർക്കൊക്കെ നല്ല ഭക്ഷണം, ആ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തോടെ അൽഹംദുലില്ലാ അവിടെയൊക്കെ സ്വീകരണം കിട്ടി. അവിടെ നിന്നൊക്കെ നല്ല സ്വീകരണം കിട്ടിയപ്പം ഞാൻ കരുതി അൽഹംദുലില്ലാ മഹാന്മാരുടെ ഇവരുടെ ഒരു പൊരുത്തം നമുക്കുണ്ടായതുകൊണ്ടാണ് ഈ ഒരു സ്വീകരണം ഈ സുനനുൽ ഹുദക്ക് കിട്ടിയത് എന്ന് എൻ്റെ മനസ്സിൽ കരുതുകയുമുണ്ടായി. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഹാജ തങ്ങളും അവിടുത്തെ മകനും ഒക്കെ അങ്ങനെ ഒരു ചെറിയ കുറച്ച് ചൂടുള്ള പ്രകൃതിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തണുത്ത്, നമ്മൾ റമദാനാണ് വരുന്നത്, ആ റമദാൻ വരുന്നതിന് മുമ്പ് എല്ലാവരും പൊരുത്തപ്പിടിച്ച് നന്നാവണം. നമ്മൾ ഈ സുനനുൽ ഹുദയുടെ കീഴിൽ നടക്കുന്ന ഈ ഹാജാ തങ്ങളുടെ ഈ ഉറൂസ് മുബാറക്കിൽ എത്തുന്ന ആളുകൾ എല്ലാവരും നല്ലവരാണ്. 5 വക്ത് നിസ്കരിക്കണം, എല്ലാവരോടും വിനയം കാണിക്കുന്ന ആളുകളാവണം. എത്ര അമുസ്ലിമീങ്ങളാകുന്ന ആളുകളാണ് ഈ ഒരു നേർച്ചയിൽ പങ്കെടുക്കാൻ എത്താറുള്ളത്. അവയൊക്കെ കേട്ട് വളരെ 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 റാഹത്തോടുകൂടെ വരുന്നവരാണ്, അവരൊക്കെ ഇതിനെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ സ്നേഹവും ഐക്യവുമാണ് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ 13 ലക്ഷത്തോളം വരുന്ന ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവിടുത്തെ വലിയൊരു സ്വഭാവമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ടാവണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ അൽഹംദുലില്ലാ പഠിക്കുന്ന മക്കൾ, ആ മക്കളുടെ വിഷയത്തിൽ നിങ്ങളൊക്കെ ഒരു വർഷത്തിൽ ഇടപെടുന്നവരാണ്. അവരൊക്കെ ചെയ്തതാണ് പള്ളി ഉണ്ടാക്കി, മദ്രസകൾ ഉണ്ടാക്കി. അൽഹംദുലില്ലാ സാധുവായി ഞാൻ 313 മദ്രസകളിൽ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ 253ാമത്തെ മദ്രസ ഉസൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? കർണാടക കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് പിന്നെയും യാത്ര ചെയ്ത് ബാംഗ്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് അത് ഉസൂറിലുള്ളത്. അവിടെയാണ് 253ാമത്തെ മദ്രസ ഉണ്ടാക്കിയത്. 253 ഗ്രാമങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. 253 പാവങ്ങളോടുകൂടെ ചേർന്ന് നിൽക്കാൻ സാധുവായി എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നും ഇവിടെയും വിദൂര യാത്രയാണ്. അള്ളാഹുവേ, ഞങ്ങളെ യാത്രകളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം. കുൻ ആലിമൻ, ഒന്നിരിക്കൽ നീ ഒരു ആലിമാവണം. അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഔ മുതഅല്ലിമൻ, ഇല്ലെങ്കിൽ നീ ഒരു മുതഅല്ലിമായി മാറണം. ദർസ് ഇൽമു പഠിക്കുന്നവരാണ്. അത് രണ്ടിനും ഇനി നമുക്ക് കഴിയുകയില്ല. കല്യാണം കഴിച്ച് മക്കളായി അവരുടെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇൽമു പഠിക്കാൻ പോകാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഔ മുസ്തമിഅൻ, നിങ്ങൾ ഇൽമു കേട്ട് പഠിക്കുന്നവരാവണം. അതാണ് നമ്മുടെ വഅദിന്റെ സദസ്സുകൾ. അൽഹംദുലില്ലാ അതിനും നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ ഔ മുഹിബ്ബൻ, അവരെ മഹബ്ബത്ത് വെക്കുന്നവരായി മാറണം. ആ മഹബ്ബത്തിന്റെ ഭാഗമായി മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകാൻ, അവർക്ക് വസ്ത്രം നൽകാൻ, അവരോടുകൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനും കഴിയൂലെങ്കിൽ വലാ തകുൻ ഖാമിസാനി, ഫിത്നയുണ്ടാക്കുന്ന 5ാമത്തെ വിഭാഗത്തിൽ പെടരുത്. എന്ത് പറയുമ്പോഴും അതിനെ എതിർക്കുക, എന്ത് പറഞ്ഞാലും അതിന് വിമർശനം പറയുക. നോ എന്ന് മാത്രമേ പറയുകയുള്ളൂ. അവനെ കമ്മിറ്റിയിൽ എടുത്താൽ എന്ന് നോ ആണ്. ഉസ്താദിന് ശമ്പളം കൂട്ടാൻ അതിനിപ്പോൾ കഴിയൂല, പള്ളിയിൽ AC വെക്കുക അതിനിപ്പോൾ കഴിയൂല, റോഡൊന്ന് ഉഷാറാക്കുക അതിന് കഴിയൂല. നാളെ ഞാനൊരു ജനബോഡി ചെന്നപ്പോൾ എല്ലാത്തിനും ഒരു ഫുലാൻ ഇങ്ങനെ നോ 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 പറയാം. ഇവനിട്ട് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. ഓനെ ഒഴിവാക്കി അതിലും വലിയ കച്ചറയിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഓന് മരിച്ചോളം ഓനെ കൊണ്ടെടുക്കാൻ വേണം. അപ്പോൾ ആളുകൾ എങ്ങനെ ദ്വരക്കുക? അപ്പമേ മരിച്ചാൽ മതിയേനി, എന്നെങ്കിലും ഇനി ഇവിടെ നന്നാവുള്ളൂ. അങ്ങനെ നമ്മളെപ്പറ്റി പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാനോ അദ്ദേഹത്തിനോട് പറഞ്ഞു, അയാളെ പെരിയിലേനി അന്ന് ഭക്ഷണം ഉണ്ടാക്കിയിനി. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ആചാര്യ നിങ്ങളെ ഭക്ഷണം എന്ന് പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ നല്ല ഉഷാറുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു കട്ടൻ ചായ കൊണ്ടുവരുമോ, ഏലക്കായ ഇട്ടിട്ട് നിങ്ങൾ വേഗം കൊണ്ടുവരും. നിങ്ങൾ പെണ്ണുങ്ങളെ കൂടെ തന്നെ ഉണ്ടാക്കിച്ച് കൊണ്ടുവരും. ഇവിടെ ഒന്നും ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടല്ല, പക്ഷെ നിങ്ങളെ പെണ്ണുങ്ങളെ കൈകൊണ്ട് ഉണ്ടാക്കിയല്ലോ ഉഷാറാ. നമുക്കിപ്പോൾ അയാളെ പെണ്ണുങ്ങളെ കൈകൊണ്ട് കിട്ടലല്ല, പക്ഷെ അയാൾ ഇവിടെ നിന്ന് പോകലാണ് മീറ്റിങ്ങാണ്. അങ്ങനെ അയാളെ പറഞ്ഞേച്ച് അയാൾ വന്നപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ പാസ്സാക്കി. പിന്നെ ഇയാൾ വന്നപ്പോൾ തക്ബീർ അല്ലാഹു അക്ബർ ചൊല്ലി. ഇല്ലെങ്കിൽ ഇപ്പോഴും വന്ന ആ പള്ളി വലുതാക്കൂല. ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ആകാൻ പാടില്ല നമ്മൾ. ഇങ്ങനത്തെ ആളെ എപ്പോൾ എന്ത് പറഞ്ഞാലും അത്തരക്കാരാകുന്ന ആൾ എന്ത് പറഞ്ഞാലും അതിന് നോ പറയാം. അങ്ങനത്തെ ആളുകളായി മാറാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇപ്പം നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ വർഷം ഒക്കെ നമ്മൾ സ്റ്റേജ് അവിടെ ആയിരുന്നു, പിന്നെ ഇപ്പം ഇങ്ങോട്ടായി, പെണ്ണുങ്ങൾ അവിടെ, ആദ്യം ഇതിൻ്റെ ഉള്ളിലേ. ഇപ്പോൾ ഒരാൾ പറയാണ് അത് വേണ്ട പയ്യന്മാർ തന്നെ ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
അപ്പോൾ പ്രശ്നമാണ്. നമ്മൾ ആളുകൾ കൂടുന്നതിനനുസരിച്ച് കൊണ്ട് ഇന്നിപ്പോൾ സീലിംഗ് ഒക്കെ ഉണ്ട്, മാഷാ അല്ലാഹ്, നമ്മൾ ദാർപ്പായൊന്നും കാണുന്നില്ല. അപ്പോൾ അടുത്ത കൊല്ലം അൽഹംദുലില്ലാഹ് ചിലപ്പോൾ നല്ല കെട്ടിടം ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ആ കെട്ടിടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പന്തൽ തന്നെ മതി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഓനെ കട്ടൻ ചായക്ക് പറഞ്ഞേക്കെല്ലാം എന്താ കാട്ടിന്, ഇവിടുന്നൊക്കെ പിന്നെ കട്ടൻ ചായക്ക് പറഞ്ഞേച്ചാൽ കുറേ നേരമാവും വരണമെങ്കിൽ, ഈ കയറ്റൊക്കെ കയറി വന്നിട്ട് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എപ്പോഴും നമ്മൾ മന്നാ ഉൽ ഖൈറാകുമ്പോഴുള്ള ഖൈറുകൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ദിവസവും ഓടുന്നവരാണ്. ഓരോ ദിവസം ഇന്നലെ മഗ്‌രിബിന് ശേഷം 2 പരിപാടിയുണ്ട്. ആ രണ്ടാമത്തെ പരിപാടി ഒരു ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും എന്നോട് പറയും, തങ്ങളെ നിങ്ങൾ അങ്ങോട്ട് പോയി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ എത്ര ആൾ, അപ്പം എനിക്കും പേടി, പടച്ചോനായ റബ്ബ് എന്തൊരു കുലുമാലാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് അങ്ങനെ ഫാത്തിഹയൊക്കെ ഓതി തുടങ്ങി 15 മിനിറ്റ് കൊണ്ട് ജനറൽ ബോഡി പൂർത്തിയാക്കി പോന്ന്. ഇന്നിപ്പോൾ എനിക്ക് ആ 15 മിനിറ്റ് കൊണ്ട് ആര് തെറ്റിക്കാതെ ജനറൽ ബോഡി പൂർത്തിയാക്കിയതുകൊണ്ട് പ്രത്യേക മൊമെൻ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആടിൻ്റെ തല ഞങ്ങൾ തരും. അത്രയും നല്ല ഉഷാറിൽ ഞങ്ങൾ ആര് പിണക്കാതെ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ ഭാര്യയും ഭർത്താവും കുടുംബവും ഒക്കെ ഉണ്ടാവും. നമ്മളൊരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ കൂടിയിട്ട് ഒരു മീറ്റിംഗ് നടക്കണം. പൊരിയിലെ സെക്രട്ടറി പെണ്ണുങ്ങളാണ്, ഭർത്താവാണ്, അവിടുത്തെ ഉപ്പയാണ് പ്രസിഡന്റ്, മെമ്പർമാരാണ് അവിടുത്തെ മക്കളൊക്കെ, മരുക്കളൊക്കെ അങ്ങനെ മറ്റോലൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ്. മക്കളൊക്കെ മറ്റോലെ മെമ്പർമാരാക്കിയാൽ മതി. ഞാൻ എക്സിക്യൂട്ടീവ് ഓല് ചിലപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുകയാണെന്ന് പോയാലോ വേറെ എവിടെന്നെങ്കിലും അൽഫാം കിട്ടിയ പോലെ അങ്ങോട്ടാണ് പോകും. അപ്പോൾ അതുകൊണ്ട് അൽഫാമിൻ്റെ ടീമിനൊക്കെ അങ്ങനെ മെമ്പർമാരാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടി എന്ത് ഭക്ഷണമാണ് നമ്മൾ കല്യാണത്തിന് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ചർച്ച ചെയ്താൽ പരിഗണിച്ചതായി എല്ലാവർക്കും വേണ്ടത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ഈ മജ്‌ലിസിലെത്തി അൽഹംദുലില്ലാഹ്. ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ചൂടാകുമെന്ന് അൽഹംദുലില്ലാഹ് ഒരു ചെറിയ മഴയുടെ ഒരു പാറലൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇന്ന് വരും വെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മൊത്തം, ഇന്നലെ മിഞ്ഞാന്നൊക്കെ. ഇന്നും കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ മുമ്പത്തെ വർഷം നല്ല ചൂട് അനുഭവപ്പെട്ടു. അപ്പോൾ നമ്മൾ ഭയങ്കര വിഷമിച്ചു. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷവും ഈ വർഷവും അൽഹംദുലില്ലാഹ് നമുക്കിവിടെ ഇരിക്കാൻ ഒരു പ്രയാസവും ഇല്ല, നല്ല തണുപ്പാണ്. ബഹുമാനപ്പെട്ട ഹാജ തങ്ങളുടെ നുദുറ് ഈ മജ്‌ലിസിനുണ്ട്. കാരണം ഒരുപാട് മുഅ്മിനീങ്ങൾ വരുന്നവരുണ്ട്. നിങ്ങൾ നോക്കൂ, മക്കയിൽ എത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് അറഫയിൽ അധികവും മഴ പെയ്യാറുണ്ട്, മിനായിൽ മഴ പെയ്യാറുണ്ട്, ആരെയും ഇടങ്ങേറാക്കാത്ത ഒരു മഴ അവിടെ പെയ്യാറുണ്ട്. ഹാജിമാരുടെ തണുപ്പിന് വേണ്ടി നല്ല ശക്തമായ ചൂടുണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയ റഹ്മത്താണ് മഴ എന്നുള്ളത്. അൽഹംദുലില്ലാഹ് ഇന്നും അൽഹംദുലില്ലാഹ് ഒരു ചെറിയ ഒരു പാറ്റൽ ഇവിടെയും നടന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് ധാരാളം വിഷയങ്ങൾക്ക് സാക്ഷിയായ ഈ മജ്‌ലിസ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി ഇതിലൂടെ ധാരാളം ദഅവത്തുകൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ.